Hi, good evening all. Good evening. So, we will KEAM one shot series. அடுத்த chapter ആയിട്ട് one shot series continue ചെയ്യാണ്. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഒപ്റ്റിക്സിലെ ഡിഫ്രാക്ഷനും ഇന്റർഫറൻസ് ഓഫ് ലൈറ്റും ആണ്. Yes. Okay. So, hi all. So, ഫിസിക്സിലെ തന്നെ കോൺസെപ്ഷ്യലി റിച്ച് ആയ ചാപ്റ്റർ ആണ് വേവ് ഒപ്റ്റിക്സ്. അതിൽ തന്നെ കോൺസെപ്ഷ്യലി റിച്ച് ആയ രണ്ട് ടോപ്പിക്കാണ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റും ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും. പക്ഷേ രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കടാ, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ വേവ്സിൽ മെക്കാനിക്കൽ വേവ്സിൽ ഇന്റർഫറൻസ് പഠിക്കുന്നുണ്ട്. രണ്ട് മെക്കാനിക്കൽ വേവ്സ് ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആക്ച്വലി വേവ് ഒപ്റ്റിക്സിൽ ഇന്റർഫറൻസും. മെക്കാനിക്കൽ വേവ്സിൽ, അതായത് +1 വേവ്സിലെ ഇന്റർഫറൻസ് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ രണ്ട് വേവ്, 2 or more waves, രണ്ടോ അതിലധികമോ വേവ്സ് ആവാം. ഫോർ എക്സാമ്പിൾ, രണ്ട് വേവ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. സോ 2 waves ആർ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഇൻ എ സെയിം മീഡിയം. അപ്പോൾ രണ്ട് വേവ്, ഇതൊരു വേവ്, ഇപ്പോൾ വരയ്ക്കുന്ന ഫസ്റ്റ് വേവ് നോക്കണേ, ഫസ്റ്റ് വേവ്, അതിനോടൊപ്പം സെക്കൻഡ് വേവും കൂടെ മീറ്റ് ചെയ്യാണ്. സോ ഇത് രണ്ടും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ക്രസ്റ്റും ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രസ്റ്റും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് വലിയൊരു ക്രസ്റ്റ് ആവും. ട്രഫും മീറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് വലിയൊരു ട്രഫ് ആവും. അപ്പോൾ രണ്ട് വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പുതിയൊരു വേവ് ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ നോക്ക്, ഇത് ക്രസ്റ്റും ആണ് മീറ്റ് ചെയ്തത്. അപ്പോൾ ആ രണ്ട് ക്രസ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ക്രസ്റ്റായിട്ട് മാറും. അവിടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ആവും. സോ ഈ രണ്ട് ക്രസ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ക്രസ്റ്റ് ആവും. അതേപോലെ തന്നെ ട്രഫും കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ട്രഫ് ആവും. അതൊരു കൈൻഡ് ഓഫ് ഇൻ്റർഫറൻസ് ആണ്. മറ്റൊരു പോസിബിലിറ്റിയും കൂടെ നിങ്ങൾ നോക്ക്. ഒന്നാമത്തെ വേവിൻ്റെ ക്രസ്റ്റ്, പിന്നെ ആ വേവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. അപ്പോൾ രണ്ടാമത്തെ വേവിൻ്റെ ട്രഫാണ് ആദ്യത്തെ വേവിൻ്റെ ക്രസ്റ്റിനോട് മാച്ച് ആവുന്നത്, എന്ന് വെച്ചാൽ ആ ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ക്രസ്റ്റും ട്രഫും ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഈ വേവിൻ്റെ ക്രസ്റ്റും ഈ വേവിൻ്റെ ട്രഫും കൂടെ ഓവർലാപ്പ് ചെയ്ത് ക്യാൻസലായിട്ട് ചെറിയൊരു വേവായിട്ട് മാറും. സോ അത് വേറൊരു പോസിബിലിറ്റിയാണ്. അതിന് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. വേഗം തുടങ്ങാം, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. സാറേ സുഖമല്ലേ? ഓ സുഖം. ഓക്കെ, അപ്പോൾ നോക്കാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റി ഇൻ്റർഫറൻസിന്. ഇതല്ലാതെ ക്രസ്റ്റും ട്രഫും കറക്റ്റ് മാച്ച് ആവാതെ ഒന്നിൻ്റെ ക്രസ്റ്റും മറ്റേതിൻ്റെ ക്രസ്റ്റും ട്രഫും അല്ലാത്ത വേറൊരു ഭാഗം ഓവർലാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ രണ്ട് മെയിൻ പോസിബിലിറ്റിയാണ് ഇത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ നോക്ക്, ഏറ്റവും ബേസായിട്ട് നമ്മൾ രണ്ട് വേവ്, S1 എന്ന് പറയുന്ന ഒരു സോഴ്സ് എന്നൊരു വേവും S2 എന്ന് പറയുന്ന ഒരു സോഴ്സ് എന്നൊരു വേവും, ഈ രണ്ട് വേവുകൾ ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചോ. സോ ഈ വേവ് ഇങ്ങനെ പോകുന്നു. അതേപോലെ താഴത്തുനിന്ന് S2 സോഴ്സ് എന്നൊരു വേവ് ഇങ്ങനെ പോകുന്നു. സോ ഇത് രണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് രണ്ടും ഒരു പോയിന്റിലെത്തിയപ്പോൾ മീറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ രണ്ടും കൂടെ ചേർത്തിട്ട് വലിയൊരു വേറെ വേവ് ഉണ്ടാവും. അതാണ് നമ്മൾ റിസൾട്ടൻ വേവ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് മിക്സ് ആയില്ലേ, ആ മിക്സിങ്ങിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. പാത്ത് ഡിഫറൻസും ഉണ്ടാവും, ഫേസ് ഡിഫറൻസും ഉണ്ടാവും. ആ പാത്ത് ഡിഫറൻസ് എന്താണ് കോൺസെപ്ഷ്യലി ശരിക്കും മനസ്സിലാക്കിക്കോ. S1 എന്ന് പോകുന്ന വേവ് 7 വേവ്സാണ് ഇവിടെ ഉണ്ടായെന്ന് വിചാരിച്ചോ. ഇങ്ങനെ പോയി ഇവിടെ മീറ്റ് ചെയ്യുമ്പോഴേക്കിനും S1 സോഴ്സ് എന്ന് പോകുന്ന വേവ് 7 കംപ്ലീറ്റ് വേവ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചു ക്യൂലെത്തുമ്പോഴേക്കിനും. അതേപോലെ S2 എന്ന് പോകുന്ന വേവ് അങ്ങനെ പോയി ആ പോയിന്റിലെത്തുമ്പോൾ 9 വേവ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചു. അപ്പോൾ S1 നിന്ന് ക്യൂലേക്കുള്ള പാത്ത് 7 ലാംഡയും S2 നിന്ന് ക്യൂലേക്കുള്ള പാത്ത് 9 ലാംഡയാണ്. ഇത് ലേശം വലുപ്പം കൂടുതലാണ്. സോ ഈ പാത്തിനേക്കാൾ ഒരു 2 ലാംഡ അധികം ഈ പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്ര വരിക? S2 ക്യൂവും S1 ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പാത്ത് ഡിഫറൻസ്. അത് എത്ര വരിക? 2 ലാംഡ. അപ്പോൾ ഈ രണ്ട് വേവുകൾ മീറ്റ് ചെയ്യുമ്പോൾ പാത്ത് ഡിഫറൻസ് എത്ര അവിടെ വന്നത്? 2 ലാംഡ. പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഫേസ് ഡിഫറൻസ് is equal to 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് നമുക്ക് Δx എന്ന് ഡിനോട്ട് ചെയ്യാം. സോ അതവിടെ നോക്കി വെച്ചോ, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ലിസൺ. സോ ഈ രണ്ട് വേവ്, ഒന്നാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2. സോ ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1, സെക്കൻഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2. അങ്ങനെയാണെങ്കിൽ രണ്ട് വേവ് കൂടെ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻ ഈസ് ഈക്വൽ എത്ര വരിക എന്നറിയാം മക്കളെ? വെക്റ്റർ അഡീഷൻ റൂൾ പ്രകാരം A1² + A2² + 2A1 A2 cos 5.
ഒന്നാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I1, രണ്ടാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I2. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ ഇൻറ്റൻസിറ്റി എത്ര വരികയെന്നറിയോ? I റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 √I1 I2 cos phi. ഇതിൽ ഈ ഫൈ എന്ന് പറയുന്ന സാധനം ഫേസ് ഡിഫറൻസ് ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ഡിഫറൻസ് തരും, ചിലപ്പോൾ ഫേസ് ഡിഫറൻസ് തരില്ല, പകരം അവരെന്ത് തരും? പാത്ത് ഡിഫറൻസ് തരും. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്നിട്ട് പാത്ത് ഡിഫറൻസ് തന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പാത്ത് ഡിഫറൻസിനെ 2π/λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് വേവ് ഇൻ്റർമിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാം, റിസൾട്ടൻ വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും കണ്ടുപിടിക്കാം. അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു അതേ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ രണ്ട് വേവ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ആയിരിക്കും. ബിക്കോസ് ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. സോ I1/I2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? A1/A2 ദി സ്ക്വയർ. ബിക്കോസ് ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇത് നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഒരു നോൺ ഫാക്റ്റാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ രണ്ട് വേവ് ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും റിസൾട്ടൻ വേവിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ ഇക്വേഷനാണത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അതിൽ സംശയമൊന്നുമില്ലല്ലോ, ആ ഇക്വേഷൻ ഉണ്ടായതിലോ ആ ഇക്വേഷൻ്റെ അപ്ലിക്കേഷനിലൊന്നും സംശയമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 1-2 ഇക്വേഷനിലേക്കും പരിപാടിയിലേക്കും കിടക്കാം. എന്ന് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റിലേക്ക് പോകാം. അതായത് രണ്ട് വേവ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി എത്ര വരിക എന്നറിയാം. മാക്സിമം ഇൻറ്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു √I1 പ്ലസ് √I2 ദി ഹോൾ സ്ക്വയർ. ഇനി മിനിമം ഇൻറ്റൻസിറ്റി രണ്ട് വേവ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിനിമം ഇൻറ്റൻസിറ്റി എന്താ ഇക്വേഷൻ വരിക എന്നറിയാം? √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. എപ്പോഴാണ് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക? രണ്ട് വേവ് കൺസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഇപ്പോഴായിരിക്കും രണ്ടിൻ്റെയും റിസൾട്ടൻ വേവ് വലിയൊരു വേവായിട്ട് മാറുക. സോ രണ്ടിൻ്റെയും ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി I1 ഉം I2 ആണെങ്കിൽ റിസൾട്ടണിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ എഴുതി വെച്ച √I1 പ്ലസ് √I2 ദി ഹോൾ സ്ക്വയർ. ഇനി എപ്പോഴാണ് രണ്ട് വേവ് റിസൾട്ടൻ ഇൻറ്റൻസിറ്റി മിനിമം ആവും? എപ്പോഴാണ്? രണ്ട് വേവ് ഡിസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ. എന്താ ഡിസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഒരു വേവിൻ്റെ ക്രസ്റ്റിനോടും ട്രഫിനോടും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഔട്ട് ഓഫ് ഫേസിൽ ക്രസ്റ്റിൻ്റെ താഴെ ട്രഫിൻ്റെ താഴെ ക്രസ്റ്റ് മീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഒരു കുഞ്ഞ് വേവ് ആയിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി I1 ഉം I2 ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ I മിനിമ എന്ന് പറയുന്നത്. സോ I മിനിമ ഈസ് ഈക്വൽ ടു √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൂഫ് ചെയ്യാം. പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടാവുക പ്രോബ്ലം ചെയ്യാനായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുന്നില്ല. 2-3 യൂസ്ഫുൾ ഇക്വേഷൻസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അതായത് ഒന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, Imax ഡിവൈഡഡ് ബൈ I മിനിമ. Imax ഡിവൈഡഡ് ബൈ I മിനിമ എന്ന് പറയുന്നത് √I1 പ്ലസ് √I2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. നമ്മൾ എഴുതി വെച്ച ഇക്വേഷൻസ് ഇല്ല, രണ്ടും ഡിവൈഡ് ചെയ്ത് മാത്രം. ഇനി Imax ഡിവൈഡഡ് ബൈ I മിനിമ, അതിനൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതെന്താ? രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, I1/I2 ഈസ് ഈക്വൽ ടു A1/A2 ദി ഹോൾ സ്ക്വയർ. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇക്വേഷൻസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. കീം മാത്രമല്ല, ഈവൻ JEE മെയിൻസിന് പോലും കഴിഞ്ഞ JEE മെയിൻസിന്, അതായത് സെക്കൻഡ് ഷിഫ്റ്റ് അല്ല ഫസ്റ്റ് ഷിഫ്റ്റ്, ഈ വർഷം കഴിഞ്ഞ JEE മെയിൻസിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും വേവ് ഓപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഇക്വേഷൻ്റെ അകത്തൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത് പക്ക ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് തംസ് അപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് ഇട്ടോ. ഓക്കെ, യെസ്, റെഡി. ഓക്കെ, റെഡി. എന്നാൽ പോവല്ലേ, ക്വസ്റ്റിലേക്ക് പോവല്ലേ? യെസ്, നോക്കടാ. അതിന് മുമ്പ് ഒരു കമ്പാരിസണും കൂടെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ രണ്ട് വേവും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ
രണ്ട് വേവും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ റിസൾട്ടൺ ആംപ്ലിറ്റ്യൂഡ് വരിക 2 ടൈംസ് ഓഫ് A0 ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ റിസൾട്ടൺ ആംപ്ലിറ്റ്യൂഡ് വരിക 0 ആണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും, ദാറ്റ് ഈസ് √I1 + √I2 ദി ഹോൾ സ്ക്വയർ. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ ഇൻറ്റൻസിറ്റി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ റിസൾട്ടൺ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ റിസൾട്ടൺ ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് an interference pattern has maximum and minimum intensities in the ratio of 36:1, then what will be the ratio of their amplitude? നോക്ക് മക്കളെ, അദ്വൈത എന്താണ് പ്രശ്നം? സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നോക്ക് മക്കളെ, ഇതിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇൻ്റർഫറൻസ് പാറ്റേൺ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഇൻ്റർഫറൻസ് പാറ്റേണിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. അദ്വൈത് പറയടാ, ഇൻ്റർഫറൻസ് പാറ്റേണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ലേറ്റർ നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതായത് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ആർ ഇൻ ദ റേഷ്യോ ഓഫ് 36:1. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ രണ്ട് വേവുകൾ മീറ്റ് ചെയ്തിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടായിട്ടുണ്ട്, മിനിമം ഇൻറ്റൻസിറ്റി ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ മാക്സിമവും മിനിമവും തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഈ 36:1. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നു. I_I_minima ഈസ് ഈക്വൽ ടു 36/1. അങ്ങനെയാണ് നമ്മോട് ചോദിച്ചതാണ് അവരുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും. ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടില്ലായിരുന്നോ? നോക്ക്, Imax divided by I_minima is equal to A1 + A2 whole square divided by A1 - A2 whole square എന്നൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? നേരെടുത്ത് അതിലേക്ക് അപ്ലൈ ചെയ്തോ. അപ്പോൾ A1 + A2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ Imax/I_minima എന്ന് പറയുന്നത് A1 + A2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 - A2 ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 36/1 അല്ലേ? രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 ഈക്വൽ എന്താ കിട്ടുക? 36ൻ്റെ റൂട്ട് 6 ഡിവൈഡഡ് ബൈ 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? A1 + A2 ഈസ് ഈക്വൽ ടു 6 ടൈംസ് ഓഫ് A1 - 6 ടൈംസ് ഓഫ് A2. ഈ സ്റ്റെപ്പ് എഴുതിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അദ്വൈത എനിക്ക് മനസ്സിലായോ? ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സ്റ്റെപ്പ് എഴുതിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ സംശയമില്ല എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെങ്ങനെ? ഇതിൽ A1 A2 അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക. സോ അവിടെ നിന്നുള്ള A2നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ 6A2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു A2 ഉണ്ട്. അപ്പോൾ -6A2 ഇപ്പുറം വരുമ്പോൾ +6A2 ആവും. അവിടെയുള്ള A2 കൂടെ 7A2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ A1 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. 6A1 എന്നൊരു A1 പോയാൽ 5A1 ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? A1/A2 5/7. ശരിയല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് A1/A2 ചെയ്യുമ്പോൾ A2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 5 താഴേക്ക് വരും. അപ്പോൾ 7/5 വരും. 7/5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അദ്വൈത ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യടാ. 2019 ജെയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇത്. കീമിന് ചോദിച്ച ചോദ്യം കേട്ടോ. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ കീം ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രീവിയസ് ഇയർ കീമിൻ്റെ ചോദ്യമാണ്. ഇപ്പോൾ നോക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതേ കോൺസെപ്റ്റിൽ നിന്നുള്ള വേറൊരു ചോദ്യമാണ്. അത് ജെയ്ക്ക് ചോദിച്ചാണ് 2019. നോക്കടാ, 2 coherent sources produces wave of different intensities which are interfere. So രണ്ട് കോഹിറൻറ്റ് സോഴ്സ് ഉണ്ട്. കോഹിറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിന്നും വരുന്ന ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഒക്കെ സെയിം ആയിരിക്കണം. രണ്ടും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും വേണം. അറിയാലോ, അങ്ങനെ കോഹിറൻറ്റ് സോഴ്സുകളെ സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ചോദ്യത്തിലെ സോഴ്സുകളും കോഹിറൻറ്റഡ് ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ രണ്ട് കോഹിറൻറ്റ് സോഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് വേവും ഡിഫറൻറ്റ് ഇൻറ്റൻസിറ്റിയാണ്. അവർ ഇൻ്റർഫിയർ ചെയ്തു. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്തപ്പോൾ ആഫ്റ്റർ ദ ഇൻ്റർഫറൻസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ടു ദ മിനിമം ഇൻറ്റൻസിറ്റി ഈസ് 16. അതായത് Imax/I_minima ഈസ് ഈക്വൽ ടു 16. അങ്ങനെയാണെങ്കിൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. I1/I2. നമുക്കിത് രണ്ടും കൂടെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ Imax ഡിവൈഡഡ് ബൈ I_minima നമുക്ക് തന്നിട്ടുണ്ട് 16 ആണ്. അങ്ങനെയെങ്കിൽ I1/I2 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലിയർ ആണോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറടാ. പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? കാണുന്നില്ലേ? സ്ക്രീനിൽ ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ.
ഡി എന്ന് ആൻസർ പറയുന്നുണ്ട്. അബേ നമുക്ക് നോക്കാം ഡി ആണോ എന്നുള്ളത്. സോ ഐ മാക്സ് ഡിവൈഡ് ബൈ ഐ മിനിമം എന്ന് പറഞ്ഞാൽ എന്താടാ a1 + a2 the whole square by a1 - a2 the whole square അല്ലേ. അപ്പോൾ ആ സ്ക്വയർ രണ്ട് സൈഡിലെയും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ 16 റൂട്ട് എടുക്കാം. 16 റൂട്ട് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക 4 കിട്ടും. സോ a1 + a2 ഡിവൈഡഡ് ബൈ a1 - a2 is equal to 4 കിട്ടും. സോ a1 + a2 is equal to 4 times of a1 - a2. അപ്പോൾ ഈ a1 - a2 അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി 4a2 അടുത്ത് ഇപ്പുറത്തേക്ക് ഇട്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക 5a2 ദാറ്റ് ഈസ് ഈക്വൽ ടു a1 അങ്ങോട്ടേക്ക് പോട്ടെ. 4a1 നിന്ന് ഒരു a1 പോയാൽ എത്ര കിട്ടുക 3a1. അപ്പോൾ നമുക്ക് a1/a2 എന്താ കിട്ടുക a1/a2. ഈ a2 അങ്ങോട്ടേക്ക് പോകും, 3 താഴേക്ക് വരും, 5/3 ശരിയല്ലേ. നമുക്ക് വേണ്ടത് a1/a2 ആണോ? അല്ല, പ്രീവിയസ് ചോദ്യത്തിൽ അതായിരുന്നു വേണ്ടത്. ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആയിരുന്നു വേണ്ടത് ഐ തിങ്ക്. ശരിയല്ലേ, റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു വേണ്ടത്. ഇപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി അല്ലേ വേണ്ടത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോൻ്റെ a1/a2ൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 5/3ൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക 25/9. അപ്പോൾ ഏതാ ആൻസർ വരിക 25:9. നോക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടേക്ക് പോകുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കിട്ടിയോ? സോ ഓപ്ഷൻ ബി ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് തന്നെ ഒരാൾ അത് ചൂസ് ചെയ്തിരുന്നു, ഓപ്ഷൻ ബി ചൂസ് ചെയ്തിരുന്നു. അബേ പറഞ്ഞ ഓപ്ഷൻ ഡി അല്ലേ. അബേ പറഞ്ഞതിൽ തെറ്റുണ്ട്. നോബൽ അദ്വൈതൊക്കെ പറഞ്ഞത് എന്താ പറയുക ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് അദ്വൈതൊക്കെ പറഞ്ഞത് 5:3 എന്ന് പറയുന്നത്. പക്ഷേ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ അല്ല നമ്മൾ ചോദിച്ചത്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ്സ് ആർ ഇൻ ദ റേഷ്യോ എന്നാണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ആയിരിക്കും ഇൻറ്റൻസിറ്റിൻ്റെ റേഷ്യോ. ക്ലിയർ ആണോ? അദ്വൈതേ മനസ്സിലായോ? ഓക്കെ ഗൗതം, ഓക്കെ സുമയ്യ, ഹായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇതും നിങ്ങൾ ചെയ്യാൻ പറ്റും, സിമ്പിളാ. ഇതും 2019 ജെയ്ക്ക് ചോദിച്ച ചോദ്യമാണ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. നോക്ക്, ഇൻ ആൻ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കോഹിറൻറ്റ് വേവ്സ് ആർ 1:3. അതായത് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് a1/a2 is equal to 1:3, 1/3 ആണ്. ദ റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫ്രിഞ്ചസ് വിൽ ബി. ഞാൻ പറഞ്ഞുതരാം മാക്സിമം മിനിമത്തിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മാക്സ് ബൈ മിനിമ നിങ്ങൾക്കറിയാലോ a1 + a2 the whole square ഡിവൈഡഡ് ബൈ a1 - a2 the whole square. a1 + a2 the whole square ഡിവൈഡ് ബൈ a1 - a2 the whole square. ഇതാണ് മാക്സ് ബൈ മിനിമൻ്റെ ഇക്വേഷൻ വരിക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാത്രം കിട്ടിയാൽ മതി, റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, a1/a2 എന്ന് പറയുന്നത് 1/3 ആണെന്ന് പറയുമ്പോൾ സപ്പോസ് a1 is equal to 1 ആണെങ്കിൽ a2 is equal to 3 ആണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇതല്ലേ റേഷ്യോൻ്റെ അർത്ഥം. പക്ഷേ a1 1 ആണോ എന്ന് ചോദിച്ചാൽ 1 അല്ല. പക്ഷേ a1ഉം a2ഉം തമ്മിലുള്ള റേഷ്യോ 1/3 ആണ്. അപ്പോൾ a1 1 ആണെങ്കിൽ a2 എന്തായിരിക്കും 3 ആയിരിക്കും. a1 2 ആണെങ്കിൽ a2 എന്തായിരിക്കും 6 ആയിരിക്കും. അവരുടെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും 1:3, 1ൻ്റെ 3 ടൈംസ് ആയിരിക്കും മറ്റേത്. അതാണ് റേഷ്യോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ റേഷ്യോ കീപ്പ് ചെയ്യുന്ന ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേറൊരു റേഷ്യോ ആണ്. സോ നേരെ ഈ 1ഉം 3ഉം ഇതിലേക്ക് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 + 3 4 raised to 2 16 ഡിവൈഡഡ് ബൈ താഴെ 1 - 3 എന്ന് പറയുമ്പോൾ -2 വരും. -2നെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് അത് +n ആയിക്കോളും. 2നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 4 വരും. ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്താവും എഗെയിൻ 4 തന്നെ വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. കിട്ടിയോ മക്കളെ? കിട്ടിയോ? സിമ്പിൾ അല്ലേ? സോ ഈ റേഷ്യോ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ നേരത്തെ ചില ചോദ്യങ്ങളിൽ കണ്ടൊരു വാക്കാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. സപ്പോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നോക്കിയാൽ മതി. തോമസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ്, സോഡിയം ലാമ്പ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെർക്കുറി ലാമ്പ് യൂസ് ചെയ്യാം. എന്തായാലും ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫ്രീക്വൻസി കളർ, അങ്ങനെയുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആണിത്. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഇങ്ങനെ പാരലൽ ബീം ഇങ്ങനെ പോകും. ആ ബീം പോകുമ്പോൾ ഫ്രണ്ടിൽ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിലാകെ 2 ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പ് നമ്മൾ S1 S2 സ്ലിറ്റ് എന്നാണ് പറയുക. S1 S2 സ്ലിറ്റ്സ്. ആ ഗ്യാപ്പ് മീൻസ് ലൈറ്റിന് കടന്നു പോകാൻ പാകത്തിൽ ചെറിയ ഒരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യാം, സ്ലിറ്റ്സ്. ആ സ്ലിറ്റ്സിലൂടെ മാത്രമേ ലൈറ്റ് മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ നോക്ക്, ഇവിടുന്ന് വരുന്ന ലൈറ്റ് സോഴ്സ് ഇതാ, ഈ ലൈറ്റുകൾ ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇതാ ഇതിലേ മാത്രം ഇങ്ങനെ പുറത്തേക്ക് പോകും, കണ്ടോ? അതേപോലെ ഈ ഗ്യാപ്പിലൂടെ ലൈറ്റ് പുറത്തേക്ക് പോകും.
അപ്പോൾ അവിടെ 2 ഗ്യാപ്പിലൂടെ മാത്രമേ ലൈറ്റ് മുന്നോട്ടേക്ക് പോകുള്ളൂ, 2 സ്ലിറ്റിലൂടെ മാത്രമേ ലൈറ്റ് മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ സ്ലിറ്റിൽ നിന്നും ലൈറ്റ് വരും, ഈ സ്ലിറ്റിൽ നിന്നും ലൈറ്റ് വരും. ഈ 2 ലൈറ്റും കൂടെ സ്ക്രീനിലെത്തുമ്പോൾ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും, ചില സ്ഥലത്ത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കുന്നിടത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നിടത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. അപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഓൾട്ടർനേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർഫറൻസ് പാറ്റേൺ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ സ്ക്രീനിൽ കാണാൻ സാധിക്കുക? ഒരു ബ്രൈറ്റ്, ഒരു ഡാർക്ക്, ഒരു ബ്രൈറ്റ്, ഒരു ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, അങ്ങനെ ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് വിൽ ഫോം ഓൺ ദ സ്ക്രീൻ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഡാർക്ക് ബ്രൈറ്റ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ. എന്താ നമ്മൾ പറയുക? ഇൻ്റർഫറൻസ് പാറ്റേൺ. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്? ഈ 2 സ്ലിറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് സോഴ്സ്, എങ്ങനെ അത് 2 സ്ലിറ്റ് ആവുന്നത്? ശരിക്കും അത് ഒറ്റ ലൈറ്റാണ്. ആ ഒറ്റ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സ്ക്രീൻ വെച്ചു. ആ സ്ക്രീനിൽ ലൈറ്റിനെ മുന്നോട്ടേക്ക് കടത്തി വിടാൻ പാകത്തിൽ 2 ഹോൾസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ 2 ഹോളിൽ നിന്ന് വരുന്നത് വേറെ എവിടെയും ലൈറ്റ് ഇല്ല, ബിക്കോസ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്ടിങ് അണ്ടർ എ ഡാർക്ക് റൂം ആംബിയൻസ്. അപ്പോൾ വേറെ എവിടെ നിന്ന് ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഈ S1 എന്ന് വരുന്ന ലൈറ്റും S2 എന്ന് വരുന്ന ലൈറ്റും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ 2 ലൈറ്റുകൾ പരസ്പരം മിക്സ് ആവുന്ന സമയത്ത് അതിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുണ്ടാവും, അതായത് ഒന്നിൻ്റെ ക്രസ്റ്റിൻ്റെ മുകളിൽ മറ്റേതിൻ്റെ ക്രസ്റ്റ് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവും. സ്ക്രീനിൽ നമുക്ക് നല്ല വെളിച്ചം കാണാൻ പറ്റും. ചില സ്ഥലത്ത് ക്രസ്റ്റിൻ്റെ താഴെ ട്രഫായിരിക്കും മീറ്റ് ചെയ്യുക. അപ്പോൾ ട്രഫും ക്രസ്റ്റും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് സ്ക്രീനിൽ നമുക്ക് ലൈറ്റ് കാണൂല, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ബ്രൈറ്റ് ഡാർക്ക് ഫ്രിഞ്ചസ് കിട്ടും. ആ ബ്രൈറ്റ് ഡാർക്ക് പാറ്റേൺ ഇല്ലേ, അതിൽ ആ കളറിൻ്റെ ആ പോയിന്റിൻ്റെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഫ്രിഞ്ച് അല്ലെങ്കിൽ ബാൻഡ്. സോ ബ്രൈറ്റ് സ്പോട്ട് നമ്മൾ വിളിക്കും ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് സ്പോട്ട് നമ്മൾ വിളിക്കും ഡാർക്ക് ബാൻഡ്. ക്ലിയർ ആണോ? ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച്. റിൻഷ ഓക്കെ ആണോ? ക്ലിയർ അല്ലടാ? സോ സ്ക്രീനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ S1 സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റും S2 സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റും പരസ്പരം കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആവർത്തിച്ച് സംഭവിക്കുന്നത് കാരണം സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇതുപോലെ ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണാൻ പറ്റും, ബാൻഡ്സ് കാണാൻ പറ്റും. ഈ കാണുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഫ്രിഞ്ച് അല്ലെങ്കിൽ ബാൻഡ്. സോ ബ്രൈറ്റ് ആണ് ബ്രൈറ്റ് ഫ്രിഞ്ച്, ബ്രൈറ്റ് ബാൻഡ്, ഡാർക്കാണ് ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്. ഇങ്ങനെ കിട്ടുന്ന ഈ പാറ്റേൺ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ്റർഫറൻസ് പാറ്റേൺ. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഓൾട്ടർനേറ്റ് ഡാർക്ക് ബ്രൈറ്റ് കളേർഡ് ബാൻഡ്സ്, അതാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിൽ ഈ 2 സ്ലിറ്റ് ഉണ്ടാവുമല്ലോ S1 S2, അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് പോകുന്ന ലൈന് മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ അതാണ് സെൻട്രൽ ബ്രൈറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ 0th ബ്രൈറ്റ് എന്ന് പറയാം. അതിൻ്റെ മുകളിൽ കാണുന്ന ആദ്യത്തെ ഡാർക്കിനെ ഫസ്റ്റ് ഡാർക്ക് എന്ന് വിളിക്കും, സെൻട്രൽ ബ്രൈറ്റ്. അതിൻ്റെ മുകളിൽ കാണുന്ന ആദ്യത്തെ ഡാർക്ക് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക് സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ഡാർക്ക് തേർഡ് ബ്രൈറ്റ്, അങ്ങനെ മുകളിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കുക, ലിസൺ. അപ്പോൾ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ 2 സ്ലിറ്റ് ഉണ്ട്, S1 S2. അവിടുന്ന് ആ സ്ലിറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ സ്ക്രീനിൽ നമുക്ക് പാറ്റേൺ കിട്ടും. അപ്പോൾ ആ 2 സ്ലിറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ ഉണ്ടാവുക ഒരു ബ്രൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ 0th ബ്രൈറ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? 0th ബ്രൈറ്റ്. ആ 0th ബ്രൈറ്റിൻ്റെ മുകളിലുള്ളത് ഫസ്റ്റ് ഡാർക്ക്, അതിൻ്റെ മുകളിലുള്ളത് ഫസ്റ്റ് ബ്രൈറ്റ്, അതിൻ്റെ മുകളിലുള്ളത് സെക്കൻഡ് ഡാർക്ക്, അതിൻ്റെ മുകളിൽ സെക്കൻഡ് ബ്രൈറ്റ്, അങ്ങനെ പാറ്റേൺ മുകളിലേക്ക് പോകും. അതുപോലെ താഴോട്ടേക്കും ഉണ്ടാവും. 0th ബ്രൈറ്റിൻ്റെ താഴെയുള്ളത് ഫസ്റ്റ് ഡാർക്ക്, അതിൻ്റെ താഴെയുള്ളത് ഫസ്റ്റ് ബ്രൈറ്റ്, അതിൻ്റെ താഴെയുള്ളത് സെക്കൻഡ് ഡാർക്ക്, അതിൻ്റെ താഴെയുള്ളത് സെക്കൻഡ് ബ്രൈറ്റ്. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് പ്രോബ്ലം ചോദിക്കാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടികളുള്ളത് നോക്കടാ. ഇതിൻ്റെ 2 സ്ലിറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ, 2 സ്ലിറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ സ്ക്രീൻ ഉണ്ടാവുക, സ്ക്രീനിൻ്റെ സെൻറ്റർ ഭാഗത്തുണ്ടാവുക ഒരു ബ്രൈറ്റ് സ്പോട്ടായിരിക്കും. അതിന് നമ്മൾ 0th ബ്രൈറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? 0th ബ്രൈറ്റ്. അപ്പോൾ നോക്കടാ, അവിടെ നിന്ന് ഓരോ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിപ്പോൾ ഞാൻ വരച്ച് വെക്കുന്നത് രണ്ടാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ എങ്ങോട്ടേക്കോ, ഏത് ബ്രൈറ്റിലേക്കാണെന്ന് വെച്ചാൽ അത്. ഇതിപ്പോൾ ഞാൻ വരച്ച രണ്ടാമത്തെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ nth ബ്രൈറ്റ് ആൻഡ് സെൻറ്റർ, ഇതാണ് സെൻറ്ററിൽ നിന്ന് 1ാമത്തെ ബ്രൈറ്റ്, 2ാമത്തെ ബ്രൈറ്റ്, 3ാമത്തെ ബ്രൈറ്റ്, അങ്ങനെ സെൻറ്ററിൽ നിന്ന് ഓരോരോ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് n λ d/d.
n ലാംഡ ഡി ബൈ ഡി. ഇതിൽ n എന്ന് പറയുന്നത് ബ്രൈറ്റിൻ്റെ ഓർഡറാണ്. ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, ഫോർത്ത് ബ്രൈറ്റ്. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കളറിൻ്റെ വേവ് ലെങ്ത് ആണ്. ഡി എന്ന് പറയുന്നത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതല്ലേ സ്ലിറ്റ്, ഇതല്ലേ സ്ക്രീന്, ഇവ തമ്മിലുള്ള ദൂരമാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദെൻ ഒരാളും കൂടെ ഉണ്ട് സ്മോൾ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുമ്പോൾ രണ്ട് സ്ലിറ്റുകളിൽ ഈ രണ്ട് സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ലിറ്റ് സെപ്പറേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് n ലാംഡ ഡി ബൈ ഡി. ഇനി ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ nth ഡാർക്ക് ആൻഡ് സെൻട്രൽ ബാൻഡ്. അപ്പോൾ ഇത് 0th ബ്രൈറ്റ് ഉണ്ടാവില്ലേ, അതിൽ ഒന്നാമത്തെ ഡാർക്ക്, രണ്ടാമത്തെ ഡാർക്ക്, മൂന്നാമത്തെ ഡാർക്ക്, അങ്ങനെ nth ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് 2n minus 1 ലാംഡ ഡി ബൈ 2d. ഓർത്ത് വെക്കണേ, 2n minus 1 ലാംഡ ഡി ബൈ 2d. 2n minus 1 ലാംഡ ഡി ബൈ 2d. അപ്പോൾ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? n ലാംഡ ഡി ബൈ ഡി. n ലാംഡ ഡി ബൈ ഡി. എത്രാമത്തെ ബ്രൈറ്റ് ആണോ അതാണ് ആ n-നെ സൂചിപ്പിക്കുന്നത്. ലാംഡ വേവ് ലെങ്ത്, d ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീന്, ആൻഡ് ദ സ്മോൾ ലെറ്റർ d is the സ്ലിറ്റ് സെപ്പറേഷൻ. ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസോ 2n minus 1 ലാംഡ ഡി ബൈ 2d. ദെൻ ഇത് താഴേക്കും ബാധകം കേട്ടോ. മുകളിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബ്രൈറ്റുകളുള്ള പോലെ താഴേക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബ്രൈറ്റ് ഉണ്ട്. മുകളിലേക്കുള്ളതിൻ്റെ മിറർ ഇമേജ് ആണ് താഴേക്ക് വരിക. ക്ലിയർ ആണോ? ഇനി നോക്കൂ, ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സിമിലർ ബാൻഡ്, അങ്ങനെയാണ് പറയുക. അതായത് ഒരു ബ്രൈറ്റിൽ നിന്നും അടുത്ത ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു ഡാർക്കിൽ നിന്ന് അടുത്ത ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ബാൻഡിൽ നിന്ന് അതേപോലത്തെ അടുത്ത ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു ബ്രൈറ്റ് ആണെങ്കിൽ ഒരു ബ്രൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ബ്രൈറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒരു ഡാർക്ക് ആണെങ്കിൽ ഡാർക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ഡാർക്കിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് മുകളിലേക്കോ താഴേക്കോ എവിടെ വേണമെങ്കിലും ആവാം. ഇവിടുന്ന് ഒരു ഡാർക്കാണ്, അടുത്ത ഡാർക്ക് ഇവിടെയാണ്, അപ്പോൾ ഇത് ബാൻഡ് വിഡ്ത്താണ്. ഇതൊരു ഡാർക്ക്, അടുത്ത ഡാർക്ക് ഇതാണ്, അപ്പോൾ ഇത് ബാൻഡ് വിഡ്ത്താണ്. സോ വാട്ട് യു മീൻ ബൈ ബാൻഡ് വിഡ്ത്ത്? ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത്. ഒരു ബാൻഡ് നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ഒരു ബ്രൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത ബ്രൈറ്റിൻ്റെ സെൻറ്റർ വരെ, അതാണ് ഒരു ബാൻഡ്. സോ ഒരു ബാൻഡിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. സോ വാട്ട് യു മീൻ ബൈ ബാൻഡ് വിഡ്ത്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സിമിലർ ബാൻഡ്. ബാൻഡ് വിഡ്ത്ത് ക്ലിയർ ആണോ? സോ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ വരിക എന്നറിയോ? ലാംഡ ഡി ബൈ ഡി. ലാംഡ ഡിയും ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ബാൻഡ് വിഡ്ത്ത് is equal to ലാംഡ ഡി ബൈ ഡി. ബാൻഡ് വിഡ്ത്ത് is equal to ലാംഡ ഡി ബൈ ഡി. ബാൻഡ് വിഡ്ത്ത് is proportional to വേവ് ലെങ്ത്. അപ്പോൾ രണ്ട് കളറുള്ള ലൈറ്റ് ഉപയോഗിച്ചൊരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തുകയാണെങ്കിൽ രണ്ട് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. റെഡിൻ്റെ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കില്ല വയലറ്റിന് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് കളറിൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെ റേഷ്യോ ചോദിച്ചാൽ ആ വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോക്ക് സിമിലർ ആയിരിക്കും. β1 by β2 is equal to λ1 by λ2. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്രൈറ്റ് ടു ബ്രൈറ്റ് ഓർ ഡാർക്ക് ടു ഡാർക്ക്. എക്സാക്ട്ലി കറക്റ്റാണ്. അപ്പോൾ നോക്ക്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വയലറ്റ് കളർ ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തി, ഇൻഡിഗോ കളർ ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തി, വയലറ്റ് ഇൻഡിഗോ കളർ ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തി, അങ്ങനെ റെഡ് കളർ ഉപയോഗിച്ചും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തി. ഇതിൽ ഏത് കളർ ഉപയോഗിക്കുമ്പോഴാണ് ബാൻഡ് വിഡ്ത്ത് വല്ലാതെ കൂടുക? ഏത് കളറിനായിരിക്കും ബാൻഡ് വിഡ്ത്ത് കൂടുതൽ ഉണ്ടാവുക? നിങ്ങൾ പറ. റെഡിനാണോ വയലറ്റിനായിരിക്കുമോ ബാൻഡ് വിഡ്ത്ത് കൂടുതൽ ഉണ്ടാവുക? വിച്ച് കളർ ഹാസ് മോർ ബാൻഡ് വിഡ്ത്ത്? ഏത് കളറിനായിരിക്കും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുക? പറ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്. ഏത് കളറിനാടാ? റെഡിനായിരിക്കുമോ വയലറ്റിനായിരിക്കുമോ കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുക? റെഡ് പറ. റെഡ്, വയലറ്റ്, വരട്ടെ ഡിഫറെൻ്റ് ആൻസർ വരട്ടെ. റെഡ് നിങ്ങൾ ആലോചിച്ച് നോക്കടാ. ബാൻഡ് വിഡ്ത്ത് പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പോൾ കൂടുതൽ ആർക്കാണോ വേവ് ലെങ്ത് കൂടുതൽ അയാൾക്കായിരിക്കും ബാൻഡ് വിഡ്ത്ത് കൂടുക. ആർക്കാ വേവ് ലെങ്ത് കൂടുതൽ? റെഡിനാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ശേഷം വരിക. അതൊന്ന് ആലോചിച്ച് വെച്ചിട്ടോ, പലപ്പോഴായിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, സാരല്ലേ, കരയൊന്നും വേണ്ട. ഒരു കമൻറ്റ് തെറ്റിപ്പോയി ഞാൻ കരയണ്ട. ഓക്കെ വിക്കി, റെഡ്. ഓക്കെ, സെറ്റ്. ഇനി ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നോക്കടാ. ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? β is equal to ലാംഡ ഡി ബൈ ഡി. ഇനി ബാൻഡ് വിഡ്ത്ത് വെള്ളത്തിലാണ്, അതായത് ഈ എക്സ്പെരിമെൻറ്റ് ഫുള്ള് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യും, അങ്ങനെ പറയും ക്വസ്റ്റ്യനിൽ. ദ അപ്പാരറ്റസ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറയും. ഈ അപ്പാരറ്റസ് അങ്ങനെ തന്നെ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കുക. അപ്പാരറ്റസ് അങ്ങനെ തന്നെ എടുത്ത് വെള്ളത്തിൽ മുക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറയും. ബാൻഡ് വിഡ്ത്ത് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു ബാൻഡ് വിഡ്ത്ത് ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് ഇക്വേഷൻ വരിക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ്റർഫറൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഓരോന്നായിട്ട് ചെയ്യാം. മക്കൾ എൻ്റെ കൂടെ ചെയ്യണേ, ഞാൻ ചെയ്യട്ടെ.
നോക്ക് കഴിഞ്ഞ വർഷം 2021 ജെയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് the fringe width is 12 millimeter. If the entire arrangement is placed in water of refractive index 4/3, then the fringe width becomes fringe width in water is equal to fringe width air divided by refractive index. So beta in water is equal to beta in air 12 divided by refractive index 4/3. 3 മുകളിലേക്ക് പോകും, 12 ഉം 4 ഉം കട്ടാവും, അപ്പോൾ 3 വരും. 3 into 3 beta in water is equal to 9 millimeter. So answer is option B. കിട്ടിയോ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇൻ എ സർട്ടൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ experimental arrangement the interference fringe width is 0.1 millimeter each observed when the light of wavelength 5000 angstrom is used. Keeping the setup is unaltered എന്ന് വെച്ചാൽ വേറൊന്നും മാറ്റാതെ സോഴ്സ് റീപ്ലേസ് ചെയ്തു ബൈ അനദർ സോഴ്സ് ഓഫ് വേവ് ലെങ്ത് 6000, അതായത് 5000 ആംസ്ട്രോം എന്നുള്ള വേവ് ലെങ്ത് മാറ്റിയിട്ട് 6000 ആംസ്ട്രോം ആക്കി. അപ്പോൾ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര ആയിരിക്കുന്ന? സോ നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് in first case divided by fringe width in second case is equal to wavelength of light in first case divided by wavelength of light in second case. ആദ്യത്തെ കേസിലെ ഫ്രിഞ്ച് വിഡ്ത്ത് 1 millimeter ആണ്. സോ 1 millimeter divided by രണ്ടാമത്തെ കേസിലെ ഫ്രിഞ്ച് വിഡ്ത്ത് is equal to ആദ്യത്തെ കേസിലെ വേവ് ലെങ്ത് 5000 ആണ്, 5000. രണ്ടാമത്തെ കേസിലെ വേവ് ലെങ്ത് 6000 ആണ്, 6000. അപ്പോൾ 0 zeros ക്യാൻസൽ ചെയ്യാം. ബീറ്റ 2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ 6 ഇങ്ങോട്ടേക്ക് വരും. 6 into 1 millimeter divided by 5 that is equal to beta 2 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 60 ആണെങ്കിൽ 60/5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 12 കിട്ടുക. ശരിയല്ലേ? അപ്പോൾ 12, അപ്പോൾ 60 അല്ലല്ലോ, അപ്പോൾ 1.2 വരും. സോ 1.2 millimeter will be the answer. So beta 2 is equal to 1.2 millimeter. That is option C. Yes. Next question. In a Young's double slit experiment, if the width of fourth bright fringe is 2 into 10 raised to minus 2 centimeter, then the width of sixth bright fringe will be. ഇതിൻ്റെ ആൻസർ ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യും. നോക്കട്ടെ ആരൊക്കെ തെറ്റിക്കുന്നുള്ളത്. ഇതിൻ്റെ ആൻസർ ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യും. അതായത് നാലാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് 2 into 10 raised to minus 2 ആണെങ്കിൽ ആറാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് എത്ര ആയിരിക്കും? നാലാമത്തെ ബ്രൈറ്റിൻ്റെ വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആറാമത്തതിൻ്റെ എത്ര ആയിരിക്കുന്നത്? ഓപ്ഷനിൽ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓപ്ഷൻ്റെ അകത്ത് മില്ലിമീറ്ററിലാണുള്ളത്, അതുകൊണ്ടാണ് അത് മാറ്റാത്തത്. മനസ്സിലായോ നയന? നോക്കടാ, ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ പഠിക്കുന്ന സമയത്ത് ഇതാ ബ്രൈറ്റ്, വീണ്ടും ബ്രൈറ്റ്, വീണ്ടും ബ്രൈറ്റ്, താഴേക്ക് ബ്രൈറ്റ്, താഴേക്ക് ബ്രൈറ്റ്. ശരിയല്ലേ? പല സ്ഥലങ്ങളിലായിട്ട് ബ്രൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബ്രൈറ്റിൻ്റെ അതേ വിഡ്ത്ത് തന്നെ ആയിരിക്കുമോ വേറൊരു ബ്രൈറ്റ് എടുത്ത് നോക്കിയാലും, ഒന്നാമത്തെ ബ്രൈറ്റിൻ്റെ അതേ ഇൻറ്റൻസിറ്റി തന്നെ ആയിരിക്കുമോ മുകളിലൊരു ബ്രൈറ്റ് എടുത്ത് നോക്കിയാലും എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ബ്രൈറ്റിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയും അതേ വിഡ്ത്ത് തന്നെ ആയിരിക്കും ഏത് ബ്രൈറ്റ് എടുത്ത് നോക്കിയാലും. അത് ഇൻ്റർഫറൻസിൻ്റെ പ്രത്യേകതയാണ്. ഇൻ്റർഫറൻസിൽ എല്ലാ ബ്രൈറ്റും ഈക്വലി ഇൻറ്റൻസീവ് ആയിരിക്കും, ഈക്വലി വിഡ്ത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഫോർത്ത് ബ്രൈറ്റ് ആയാലും സിക്സ്ത് ബ്രൈറ്റ് ആയാലും വിഡ്ത്ത് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ബ്രൈറ്റിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഞ്ച് വിഡ്ത്ത് 2 into 10 raised to minus 2 ആണെങ്കിൽ ആ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിലെ ഏത് ബ്രൈറ്റിൻ്റെ വിഡ്ത്തും അത് തന്നെ ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ഇസ് ഡബിൾഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 slits ഈസ് റെഡ്യൂസ്ഡ് ഹാഫ്. അതായത് ഡി ഡബിൾ ചെയ്തു, 2D ആയി. സ്മോൾ ലെറ്റർ ഡി ഹാഫ് ആയി, D/2 ആയി. And wavelength is also changed. Wavelength for 6.4 into 10 raised to 7 എന്നുള്ളത് 4 into 10 raised to -7 മീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. ആദ്യത്തെ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ലാംഡൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. ആദ്യത്തെ ലാംഡ എത്രടാ? 6.4 into 10 raised to -7 into ലാംഡ ഡി ബൈ ഡി. അത് ആദ്യത്തെ ബാൻഡ് വിഡ്ത്ത് ബീറ്റ 1. ഇനി രണ്ടാമത്തെ ബാൻഡ് വിഡ്ത്ത് നോക്കാം, ബീറ്റ 2.
രണ്ടാമത്തെ ബാൻഡ് വിഡ്ത്ത് ആകുമ്പോൾ വേവ് ലെങ്ത് മാറി. വേവ് ലെങ്ത് എത്ര വരുന്നത്? 4 × 10⁻⁻⁷ ആയി. ഇനി ക്യാപിറ്റൽ മാറി 2D ആയി. സ്മോൾ ലെറ്റർ ഡി മാറിയിട്ട് D/2 ആയി. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ടും ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാൻസൽ ആവും നോക്കുക. D/D ക്യാൻസൽ ആവും, D/D ക്യാൻസൽ ആവും. ഈ രണ്ട് മുകളിലും താഴെ D/D ക്യാൻസലായി. പിന്നെ β1/β2 = 10⁻⁷ അതും ക്യാൻസലായി പോയി. ഇവിടെ 6.4 വരും, ഇവിടെ എന്ത് വരും? താഴെ 4 വരും. 6.4 4. ഓക്കെ. ഇനി താഴത്ത് മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വരിക നോക്കുക. ഇവിടെ 2 ഇല്ലേ? ഈ D/D ക്യാൻസലായി. താഴെ /2 ഇല്ലേ? ആ 2 മുകളിലേക്ക് പോകും. ഈ എക്സ്പ്രഷൻ നോക്കുക. ഈ 2 മുകളിലേക്ക് പോകും. അപ്പോൾ അത് 4 ആവും. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 4 ഉണ്ടാവും. 4 × 4 എന്താവും? 16 ആവും. ഇനി ആദ്യത്തെ ബാൻഡ് വിഡ്ത്ത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1 × 10⁻⁻⁴ ആണ്. സോ 1 × 10⁻⁴ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ബാൻഡ് വിഡ്ത്ത് β2 = 6.4 ഡിവൈഡഡ് ബൈ 4 × 4 സാർ 16 വരും. ഓക്കെ. അപ്പോൾ β2 എന്താണ് വരിക? β2 ഈ 16 ഇങ്ങോട്ടേക്ക് വരും, 6.4 താഴേക്കും വരും. അപ്പോൾ 10⁻⁻⁴ × 16 ഡിവൈഡഡ് ബൈ 6.4 ഇതല്ലേ വരിക? ദാറ്റ് മച്ച് ഓഫ് മീറ്റർ. കാരണം ക്വസ്റ്റിൽ തന്ന യൂണിറ്റ് മീറ്ററിലാണ്. സോ ഇത് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും. 16നെ 6.4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16നെ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 3 അല്ലേ വരിക. സോ ആൻസർ 3 something വരുമോ? 3 പോയിന്റിലേക്ക് വരിക. ഒരു 18 അല്ലേ വരിക. അപ്പോൾ 2 something വരുള്ളൂ. അപ്പോൾ ആൻസർ 2.5 വരുള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി വരുള്ളൂ. 3 ഇയിലേക്ക് പോകില്ല കേട്ടോ, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി വരുള്ളൂ. കിട്ടിയോ? അഭിനവ്, അതുൽ. ഓക്കെ, കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. യെസ് എക്സാക്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് വേർ പാത്ത് ഡിഫറൻസ് λ/6 ഈസ് I ആൻഡ് I0 ഈസ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി. I / I0 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 4I ആയിരിക്കും. അതറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 4I ആയിരിക്കും. ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിലെ മാക്സിമം ഇൻറ്റൻസിറ്റി 4I ആണ്. ഇനി നമുക്ക് വേണ്ടത് λ/6 പാത്ത് ഡിഫറൻസ് ആകുമ്പോഴുള്ള ഇൻറ്റൻസിറ്റിയാണ്. λ/6 പാത്ത് ഡിഫറൻസ് ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്ഷമയോടുകൂടി ഇത് ചെയ്യണം കേട്ടോ. ക്ഷമയോടുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം, എങ്കിലേ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ആദ്യം മുതലേ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക 4I ആണ്. അതായത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നോക്കടാ. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒന്നാമത്തെ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I, രണ്ടാമത്തെ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ബ്രൈറ്റ് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി 4I ആയിരിക്കും. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി എത്ര വരിക? 4I. ഓക്കെ, അത് ഓൾറെഡി അറിയണം കേട്ടോ. മാക്സിമം ഇൻറ്റൻസിറ്റി 4I ആണ്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അവിടെ പാത്ത് ഡിഫറൻസ് λ/6 ആണ്. അപ്പോൾ അവിടുത്തെ ഫേസ് ഡിഫറൻസ് എത്ര നോക്കുക. ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എത്ര? λ/6. അപ്പോൾ λ ക്യാൻസൽ ആവും, 2ഉം 6ഉം ക്യാൻസൽ ആവും. സോ 5 = π/3. π/3 എന്ന് പറഞ്ഞാൽ 180/3, അത് 60 ആണ്. ഇനി നമുക്ക് ആ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആ ഇൻറ്റൻസിറ്റി നമുക്ക് I' എന്ന് വിളിക്കുക. ക്വസ്റ്റ്യനിൽ I എന്നാണ് പറഞ്ഞ് ഞാൻ അതിന് I' ആക്കി. I' = I + 2√i cos 5. cos 5 5 60 ആണ്. അപ്പോൾ 60 കൊടുത്തു കഴിഞ്ഞാൽ cos 60 1/2 ആണ്. സോ I' = I + I വരിക 2i ആണ്, പ്ലസ് 2√ii. 2√iയിൽ i I² ആവും. റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ I ആവും. സോ അത് 2i തന്നെ വരും. cos 60 1/2. സോ ഈ 2ഉം കട്ട് ചെയ്യുക. അപ്പോൾ I' നമുക്ക് എത്ര വരികടാ? 3i ആ വരിക. ശരിയല്ലേ? ഈ 2iയും പിന്നെ ഈ 2iയിൽ 2 ക്യാൻസൽ ആയി പോയില്ലേ, പിന്നെ ഇവിടെ I മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2iയും iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3i കിട്ടും. സോ I' നമുക്ക് 3i കിട്ടും. നമുക്ക് വേണ്ടത് I' / I0 ആണ്. സോ I' 3i ആണ്, I0 4i ആണ്. സോ iയും ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടുക 3/4 എന്നാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അതെ, ഈ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ ഓപ്ഷൻ ഡി ആൻസർ പറയുന്നത്? അഭിനവ്, സച്ചു, സന്തോഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് വളരെ കറക്റ്റാണ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസറാണ്. ഇത് NCERTയിലെ ഒരു എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്തിട്ട് ഒരു MCQ ആക്കിയതാണ്. NCERT എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ NCERT എക്സസൈസ് വേവ് ഓപ്റ്റിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ആൻഡ് വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഇൻ്റർഫറൻസ്.
Two slits are separated by a distance of 0.5 millimeter, illuminated with a wavelength lambda 6000 angstrom. Screen is placed 2.5 meter away from the distance of third bright fringe from the center will be. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഇത് ഹോംവർക്കാണ്. സ്ലൈഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. സോ ഇത് നിങ്ങളെ വർക്കാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലടാ? ഇതിൽ സംശയമുണ്ടോ? ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സംശയമുണ്ടോ? ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് സംശയം എന്ന് പറയട്ടോ. ഏതാണോ നിങ്ങളെ സംശയം എന്ന് വെച്ചാൽ ഒന്നുകൂടി ചെയ്യാം. ക്ലിയർ ആണ്? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നോക്ക്, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഷേപ്പ് NCERT-ൽ പറയുന്നുണ്ട്. ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഷേപ്പ് ഹൈപ്പർബോളയാണ്. സോ ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഷേപ്പ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർബോളയാണ്. ദ ഫ്രിഞ്ച് പാറ്റേൺ വിൽ സ്ട്രിക്ട്ലി ബി എ ഹൈപ്പർബോള. സ്ലൈഡ് എങ്ങനെ കിട്ടുന്നു? സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടില്ലേ? നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യൂ കേട്ടോ. കമ്മ്യൂണിറ്റി ചാനലില്ലേ? ഓക്കെ, കിട്ടാറില്ലേ സാധാരണ? എനിവേ, സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ. ഈ ഡിഫ്രാക്ഷൻ്റെ ശരിക്കുള്ള തിയറി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചെറിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയോടുകൂടി ഓരോ പോയിന്റുകൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഡിഫ്രാക്ഷൻ്റെ ആക്ച്വൽ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുക. പക്ഷേ അതിന് നമുക്ക് സമയമില്ല. മാത്രമല്ല, നമ്മളൊരു വൺ ഷോട്ട് സീരീസാണ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് സാർ, ഓക്കെ, വാട്സപ്പ് കമ്മ്യൂണിറ്റി അതിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അതിൻ്റെ ഇക്വേഷൻസ് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് വേണ്ട ലോജിക്കുകൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പോലെ തന്നെയാണ്. എങ്ങനെ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാം? ഒരു സ്ക്രീനിൽ 2 സ്ലിറ്റ് ഇടും, വേറൊരു വൈറ്റ് സ്ക്രീൻ ഫ്രണ്ടിൽ വെക്കും. ഇവിടെ ഇങ്ങനെ ലൈറ്റ് വരും. എന്നിട്ട് ആ സ്ലിറ്റിലൂടെ മാത്രം ലൈറ്റ് പാസ് ചെയ്യും. ആ 2 ലൈറ്റുകൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഇതിൻ്റെ നടുക്കുള്ള ഈ പോർഷനില്ലേ, ഇതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഇതൊരൊറ്റ സ്ലിറ്റ് ആയില്ലേ? ഈ ഒരൊറ്റ സ്ലിറ്റിന് നമ്മൾ വിളിക്കുക അപ്പർച്ചർ എന്നാണ് വിളിക്കുക. അപ്പർച്ചർ. ഇനി അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊരു സിംഗിൾ സ്ലിറ്റായി. ഈ സിംഗിൾ സ്ലിറ്റിലൂടെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും. ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഓരോ ലൈറ്റിലെ പോയിന്റ് സോഴ്സുകൾ നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം ഈച്ച് പോയിന്റ് ഓൺ പ്രൈമറി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ ന്യൂ സോഴ്സ് ഫോർ സെക്കൻഡറി വേവ്ലെറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ കുഞ്ഞു സോഴ്സുകളാവും. സോ ഈ സോഴ്സിൽ നിന്നൊക്കെ ലൈറ്റ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ആ ലൈറ്റുകളൊക്കെ പരസ്പരം എന്ത് ചെയ്യും? ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. അങ്ങനെ കിട്ടുന്ന പാറ്റേൺ ആണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. വൺ ഷോട്ട് സീരീസ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന ചോദ്യത്തിൻ്റെ താഴെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനത് വായിക്കുന്നില്ല. ഓക്കെ, ഞാനൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ആൻസർ പറയാം. വൺ ഷോട്ട് സീരീസ് മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതിയെന്നോ അല്ലാന്നോ അല്ല, വൺ ഷോട്ട് സീരീസിൽ വരുന്നതെങ്കിലും പഠിക്കണം. ഓക്കെ, വൺ ഷോട്ട് സീരീസിൽ വരുന്നത് മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ളതെങ്കിലും പഠിക്കണം. ഇത് പഠിച്ചാൽ എല്ലാം ആയി നല്ല അർത്ഥം. ഇതിലുള്ളതെങ്കിലും പഠിക്കണം. മാക്സിമം കീമിന് വരാൻ സാധ്യതയുള്ള എല്ലാ കൺസെപ്റ്റും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് അപ് ടു യു. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ ഇതെങ്കിലും പഠിക്കുക. ഇതെങ്കിലും പഠിക്കാതെ ഇതുപോലും പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ദാറ്റ്സ് ഓൾ. അതുൽ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നോക്ക്, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ നോക്കടാ, ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരും. ആ ലൈറ്റ് ഡിഫ്രാക്റ്റഡ് ആവും. അപ്പോൾ സ്ക്രീനിൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതറിയോ? ഇൻ്റർഫറൻസ് പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇൻ്റർഫറൻസ് പാറ്റേണിൽ നോക്ക്, ജസ്റ്റ് ഞാനെന്നാൽ കമ്പാരിസൺ പറഞ്ഞുതരാം. ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് ഫോമിങ് ദ റിസൾട്ടൻ ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് 2 waves ഫ്രം ദി 2 കോഹിറൻറ്റ് സോഴ്സ്. ആ 2 സ്ലിറ്റ്, 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 ആ 2 സ്ലിറ്റ്,
ആ രണ്ട് സ്ലിറ്റില്ലേ, ആ രണ്ട് സ്ലിറ്റും രണ്ട് സോഴ്സ് ആയിട്ട് മാറും. ആ രണ്ട് കോഹിറൻറ്റ് സോഴ്സുകൾ തമ്മിൽ, സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന പാറ്റേൺ ആണ് ഇൻ്റർഫറൻസ് പാറ്റേൺ. ഇനി ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്ലെറ്റ്സ് ഫ്രം ദി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് സെയിം വേവ് ഫ്രണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിവേ രണ്ട് സോഴ്സുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് മീറ്റ് ചെയ്തിട്ടാണ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. ഒരു സോഴ്സിൻ്റെ തന്നെ വ്യത്യസ്ത വേവ്ലെറ്റുകൾ മീറ്റ് ചെയ്തിട്ടാണ്, വേവ്ലെറ്റിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ മീറ്റ് ചെയ്തിട്ടാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാകുന്നത്. ഇനി ഇൻ്റർഫറൻസിൽ എല്ലാ ബാൻഡിൻ്റെ വിടുത്തും സെയിം ആണ്, ലാംഡ d/d. അതായത് ഫസ്റ്റ് ബ്രൈറ്റും സെക്കൻഡ് ബ്രൈറ്റും തേർഡ് ബ്രൈറ്റിൻ്റെ ഒക്കെ ബാൻഡ് വിടുത്ത് സെയിം ആണ്. പക്ഷേ ഡിഫ്രാക്ഷനിൽ ഓൾ ഫ്രിഞ്ചസ് ആർ സെയിം വിടുത്ത്, ബട്ട് സെൻട്രൽ മാക്സിമ ഡബിൾ ഓഫ് ദ ഇൻഡിവിജ്വൽ വിടുത്ത്. അതായത് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ എല്ലാ ബാൻഡിൻ്റെ വിടുത്തും സെയിം അല്ല. നടുക്കുള്ള ബാൻഡില്ലേ, സെൻട്രൽ ബാൻഡ്, അതിൻ്റെ ബാൻഡ് വിടുത്ത് 2 ലാംഡ d/d ആണ് വരിക. 2 ലാംഡ d/d. ഇതിൽ ഈ ലാംഡ d/d എന്ന് പറയുന്നത് മറ്റു ബാൻഡുകളുടെയൊക്കെ വിടുത്താണ്. ഞാൻ ആ പാറ്റേൺ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, പാറ്റേൺ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇൻറ്റൻസിറ്റി എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഓൾ ഫ്രിഞ്ചസ് ആർ സെയിം ഇൻറ്റൻസിറ്റി. ബട്ട് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഇൻറ്റൻസിറ്റി എല്ലാവരും സെയിം അല്ല. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഇനി ഇവിടെ നോക്ക്, ഡിഫ്രാക്ഷൻ പാറ്റേണിൽ സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത് അല്പം കൂടുതലാണ്. സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത് വരിക 2 ലാംഡ d/d ആണ്. ബാക്കിയുള്ള ബ്രൈറ്റിൻ്റെ വിടുത്തൊക്കെ വരിക ലാംഡ d/d. അപ്പോൾ എന്താ വ്യത്യാസം? ഇൻ്റർഫറൻസിൽ എല്ലാ ബാൻഡും ഈക്വലി വിടുത്താണ്. ഡിഫ്രാക്ഷനിൽ സെൻട്രൽ ബാൻഡ് 2 ലാംഡ d/dയും ബാക്കിയുള്ള ബാൻഡൊക്കെ ലാംഡ d/dയും. അപ്പോൾ ബാക്കിയുള്ള ബാൻഡുകളുടെ നേരെ ഡബിൾ അല്ലേ സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത്? ഓക്കെ. ഇൻ്റർഫറൻസിൽ എല്ലാ ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും സെയിം ആണ്. ഡിഫ്രാക്ഷനിൽ അങ്ങനെയല്ല. സെൻട്രൽ ബ്രൈറ്റ് നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടാവും, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ. ദെൻ ഡാർക്കിലേക്കും ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സെൻട്രൽ ബാൻഡ് ഇങ്ങനെ വരച്ച് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ബ്രൈറ്റിലേക്കും ഡാർക്കിലേക്കും ഡിസ്റ്റൻസ് ഉണ്ടാവും. അത് ഇൻ്റർഫറൻസിൽ പഠിച്ച ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഡിഫ്രാക്ഷനിൽ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് 2n+1 ലാംഡ d/d ആണ്. ഡി അല്ല എ എന്നാണ് ഡിനോട്ട് ചെയ്യുക, പക്ഷേ നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. ലാംഡ 2n+1 ലാംഡ d/2d. അതിൽ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ അല്ല, സ്ലിറ്റ് വിടുത്താണ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ രണ്ട് സ്ലിറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത് എങ്കിൽ ഡിഫ്രാക്ഷനിൽ ഒരൊറ്റ സ്ലിറ്റേ ഉള്ളൂ, ആ സ്ലിറ്റിൻ്റെ വിടുത്താണ്, വൈഡ്നെസ് ആണ് ആ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. ഇനി ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ d/d. എന്താ ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ്റെ ഇക്വേഷനിലെ വ്യത്യാസം വരുന്നത്? ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഇൻ്റർഫറൻസിൽ മക്കളെവിടെ ശ്രദ്ധിക്കുക, ഇൻ്റർഫറൻസിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്നും ഓരോ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? n ലാംഡ d/d. n ലാംഡ d/d. ഓക്കെ. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ, അത് നിങ്ങൾ അതിലുള്ള മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ n ലാംഡ d/d എന്ന് പറയുമ്പോൾ ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ്. ഇനി ഇൻ്റർഫറൻസിൽ സെൻട്രൽ നിന്നും ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2n-1 ലാംഡ d/d. അതിൽ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് രണ്ട് സ്ലിറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതേ സാധനം ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് പല കാരണം കൊണ്ടാണ് ആ ഇക്വേഷൻ മാറുന്നത്. ആ കാരണത്തിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട, ഇക്വേഷൻ പഠിച്ചു വെക്കുക, അത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഈ അവസാന സമയത്ത് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആ ലെവലിൽ തന്നെ പഠിച്ചു കേട്ടോ. ഈ ഡിഫ്രാക്ഷൻ്റെ ഒക്കെ ഇക്വേഷൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അതിന് എങ്ങനെ പ്രോബ്ലം ചോദിച്ചത് നോക്കുക. അതാണ് നമുക്ക് അവസാന സമയത്ത് ചെയ്യാൻ പറ്റുക. സോ അതൊരു നല്ലൊരു മെത്തേഡാണോ ചോദിച്ചാൽ അല്ല, ശരിക്കും കോൺസെപ്റ്റ് പഠിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഫിസിക്സിൽ. പക്ഷേ ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ അതിൽ വരുന്ന ക്രീമായിട്ടുള്ള സാധനങ്ങൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഡിഫ്രാക്ഷനിൽ നേരെ ഇക്വേഷൻ തിരിയും. ഡിഫ്രാക്ഷനിൽ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താവും? 2n+1 ലാംഡ d/d ആവും. ബ്രൈറ്റിലേക്ക് 2n+1 ലാംഡ d/2d ആവും. അവിടെ ഡി എന്ന് പറയുന്നത് സെയിം, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ലിറ്റാണ്, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. ആ സ്ലിറ്റിൻ്റെ വിടുത്താണ് ഡി എന്ന് പറയുന്നത് ബ്രൈറ്റിലേക്ക്. ഓക്കെ. ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസോ? ഡിഫ്രാക്ഷനിൽ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസോ n ലാംഡ d/d. ഇത് ഇൻ്റർഫറൻസിലെ ബ്രൈറ്റ് ആയിരുന്നു, തമ്മിലെ വ്യത്യാസം മനസ്സിലായോ?
ഇത് ഇൻ്റർഫറൻസിലെ ബ്രൈറ്റ് ആയിരുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കൂ നിങ്ങൾ. ഇത് ഇൻ്റർഫറൻസിലെ ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിൽ സ്ക്രീനിൽ ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണുമ്പോൾ അതിൻ്റെ ബ്രൈറ്റിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നേരെ ഡിഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ അത് എന്താവുന്നത്? ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസിന് ഇക്വേഷൻ ആവുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എക്സാമിനേഷനിൽ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ കീം എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നിട്ട് പേപ്പറിൽ ക്വസ്റ്റ്യൻ വേവ് ഓപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ എന്തോ ഒരു വാക്കുണ്ട്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ വായിച്ചു വരുമ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തേർഡ് ബ്രൈറ്റ് ബാൻഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദാറ്റ് പാറ്റേൺ എന്ന് പറയാമെന്ന് വിചാരിച്ചോ. തേർഡ് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മക്കളൊന്ന് ശ്രദ്ധിക്കുക. തേർഡ് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. കാരണം തേർഡ് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻ്റർഫറൻസിൻ്റെ തേർഡ് ബ്രൈറ്റ് ആണോ ഡിഫ്രാക്ഷൻ്റെ തേർഡ് ബ്രൈറ്റ് ആണോ? ഇൻ്റർഫറൻസിൻ്റെ തേർഡ് ബ്രൈറ്റ് ആണോ ഡിഫ്രാക്ഷൻ്റെ തേർഡ് ബ്രൈറ്റ് ആണോ? കാരണം എന്താ, ഇൻ്റർഫറൻസിൻ്റെ തേർഡ് ബ്രൈറ്റ് ആണെങ്കിലും ഡിഫ്രാക്ഷൻ്റെ തേർഡ് ബ്രൈറ്റ് ആണെങ്കിലും ഉപയോഗിക്കുന്ന ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇൻ്റർഫറൻസ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഇക്വേഷനും ഡൈഫ്രാക്ഷൻ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ക്വസ്റ്റിൻ്റെ മോൾ ഭാഗം നോക്കുക. അപ്പോൾ അവർ ഇന്ന ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഇന്ന ഡിഫ്രാക്ഷൻ, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കമ്പയർ ചെയ്യുക. ഇൻ്റർഫറൻസ് പാറ്റേൺ, ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇൻ്റർഫറൻസ് പാറ്റേണിലാണെങ്കിൽ ഈ ഇക്വേഷൻ, ഡിഫ്രാക്ഷൻ പാറ്റേണിലാണെങ്കിൽ ഈ ഇക്വേഷൻ. ഇതിന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഒന്നുകൂടെ എളുപ്പമാവും. ഞാൻ പറഞ്ഞ അത്രയും മനസ്സിലായി വിചാരിക്കും. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ ബ്രൈറ്റും ഒരേ ഇൻറ്റൻസിറ്റിയാണ്. ഡിഫ്രാക്ഷൻ അങ്ങനെയല്ല, സെൻട്രൽ ബ്രൈറ്റ് മാക്സിമ. അതിൻ്റെ ബൈ 21 അടുത്ത ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബൈ 61 അടുത്തതിൻ്റെ ഉണ്ടാവുള്ളൂ. അതായത് സെൻട്രൽ മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ബൈ 61 ആണ് രണ്ടാമത്തെ മാക്സിമൊക്കെ ഉണ്ടാവുക. അതിൻ്റെ ബൈ 121 ആണ് അടുത്തതിൻ്റെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ 2 ലാംഡ d/d. രണ്ട് നമ്മൾ വ്യത്യാസം. ഇനി വേറൊരു വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക്? ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വേർഡ്സ്, ഇത് NCERTയിലുള്ള വേർഡ്സാണ്. പക്ഷേ ഇത് NCERTൻ്റെ അഭിപ്രായമായിട്ടല്ല NCERT പറയുന്നത്. NCERT പറയുന്നത് എന്താ വെച്ചാൽ റിച്ചാർഡ് ഫെയ്മാൻ എന്ന് പറഞ്ഞൊരു ഫിസിക്സ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഫെയ്മാൻ ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് ഇൻ്റർഫറൻസിനെയും ഡിഫ്രാക്ഷനെയും കുറിച്ച് ഫെയ്മാൻ്റെ അഭിപ്രായമാണിത്. NCERTയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. NCERTയിൽ ഫെയ്മാൻ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് വാട്ട് റിച്ചാർഡ് ഫെയ്മാൻ സെഡ് അബൌട്ട് ഇൻ ഫേമസ് ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് എന്നിട്ടാണ് NCERTയിൽ ഇത് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് നോക്കിക്കൊണ്ടിട്ടോ, ശരിക്കും വായിച്ചു നോക്കണേ. നോ വൺ ഹാസ് എവർ ബീൻ ഏബിൾ ടു ഡിഫൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ സാറ്റിസ്ഫാക്ടറിലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോ വൺ ഹാസ്, ഞാൻ പറയണല്ല, NCERT പറയണതാണ്. NCERTയുടെ അഭിപ്രായമായിട്ടല്ല, ഫെയ്മാൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുകയാണ് നോ വൺ ഹാസ് എവർ ബീൻ ഏബിൾ ടു ഡിഫൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരാൾക്കും ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇൻ്റർഫറൻസ് ഇതാണ്, ഡിഫ്രാക്ഷൻ ഇതാണ്, അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ട് രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതൊരു സയൻറ്റിസ്റ്റിൻ്റെ ഒബ്സർവേഷനാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ്സ് ജസ്റ്റ് എ ക്വസ്റ്റൻ ഓഫ് യൂസേജ് ആൻഡ് ദർ ഇസ് നോ സ്പെസിഫിക് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലൊരു പ്രത്യേകമായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ഡിഫറൻസ് ഒന്നും ഇല്ലാന്ന്. ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഈസ് റഫ്ലി സ്പീക്കിംഗ്. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഈസ് റഫ്ലി സ്പീക്കിംഗ്. റഫ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബട്ട് ഐ കാണെന്നോ? റഫ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതന്നെ, അവസാനം തന്നെ റഫ്ലി സ്പീക്കിംഗ്. ഇറ്റ്സ് ഇനി ഫെയ്മാൻ്റെ അഭിപ്രായം കേട്ട് സേ ദാറ്റ് വെൻ ദർ ആർ ഓൺലി ഫ്യൂ സോഴ്സസ് കുറച്ച് സോഴ്സുകളേ ഉള്ളുവെങ്കിൽ ആ കുറവ് സോഴ്സുകളിൽ നിന്ന്, അതായത് 2-3 സോഴ്സുകളേ ഉള്ളുവെങ്കിൽ 2-3 സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ പരസ്പരം മീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന പാറ്റേണിന് 2 ഇൻ്റർഫിയറിങ് സോഴ്സ് ആണെങ്കിൽ ദെൻ ദ റിസൾട്ടൻറ്റ് ഈസ് യൂഷ്വലി കോൾഡ് ഇൻ്റർഫറൻസ്. വളരെ കുറഞ്ഞ സോഴ്സുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന പാറ്റേൺ ഇസ് കോൾഡ് ഇൻ്റർഫറൻസ്. ബട്ട് if there are large number of them, it seems that the word diffraction is more often used. അപ്പോൾ കുറേ സോഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിഫ്രാക്ഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെയാണ് ആ ഇൻ്റർഫറൻസിനെ ഡിഫ്രാക്ഷനും പഠിക്കുന്ന സമയത്തുള്ള നമുക്കൊരു തൃപ്തി വരായിക. അത് ഈ ടോപ്പിക്കിൻ്റെ തന്നെ പ്രത്യേകതയാണ്. സോ അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഐഡിയകളിലേക്ക് മാക്സിമം ക്ലാരിറ്റി എത്തിക്കുക. NCERT തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്,
in interference and diffraction, light energy is redistributed. എന്താ അങ്ങനെ പറയുന്നത് നോക്ക്. If it reduces in one region, produces dark fringe. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് ഡാർക്ക് ആവുന്നുണ്ട് എങ്കിൽ it increases in another region, produces bright fringe. വേറെ സ്ഥലത്ത് കൂടിയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. Okay. There is no gain, loss of energy, which is principle of conservation of energy. അത് ഇപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫ്രാക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇതേപോലെ ഇൻ്റർഫറൻസിൻ്റെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ഈസ് 1 മീറ്റർ. അതായത് ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ദ സൈസ് ഓഫ് ദ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൻ്റെ വിഡ്ത്താണ്, അപ്പർച്ചറാണ്. അത് സ്മോൾ ലെറ്റർ D നമുക്ക് ഡിനോട്ട് ചെയ്യാം. 0.7 മില്ലിമീറ്റർ ആണ്. ദ സെക്കൻഡ് മാക്സിമ ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 millimeter. Second maxima 2 millimeter. Second maxima. The center of the screen. Then find out the wavelength of light. Second maxima ആണ് ഉണ്ടായത്. ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ എന്താ മക്കൾ പറ? ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ എന്താ? ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ എന്താ പറ? ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ എന്താ? ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ എന്താ പറ? വേഗം പറ. ഡിഫ്രാക്ഷനിൽ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ 2n + 1 λ/2d. ശരിയല്ലേ? അപ്പോൾ x4 മാക്സിമ is equal to സെക്കൻഡ് മാക്സിമ എന്നാണ് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. ഇതാ സെക്കൻഡ് മാക്സിമ. The second maxima is formed എന്ന് പറഞ്ഞത് സെക്കൻഡ് മാക്സിമ. അപ്പോൾ സെക്കൻഡ് മാക്സിമ എന്ന് പറയുമ്പോൾ n-ന് 2 കൊടുക്കുക. അപ്പോൾ അവിടെ 2 × 2 4 + 1 5 ആവും. അപ്പോൾ 5 λd/2d ആവും. അപ്പോൾ സെക്കൻഡ് മാക്സിമയിലേക്കുള്ള ഡിസ്റ്റൻസ് 2 millimeter ആണ്. അപ്പോൾ 2 × 10⁻², millimeter അല്ലേ, അപ്പോൾ -3 വരും. -3 is equal to 5 × λ divided by 5 × λ, ഇവിടെ ഒരു ഡിയും കൂടി ഇല്ലേ, 5 × λd. ഡി എത്ര? 1. അപ്പോൾ അത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ d 2d. 2 × 0.7 millimeter. 0.7 millimeter നമുക്ക് 7 × 10⁻⁻4 എന്ന് എഴുതാം. അപ്പോൾ ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിനടുത്ത് അങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ഇവിടെ 2 × 4 2 × 7 14 ആവും. അപ്പോൾ 2 × ആ 14 ഇങ്ങോട്ടേക്ക് വരും. 10⁻³ -4 കൂടെ ചേർത്താൽ 10⁻⁻7 ആവും. ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു λ. ഇത് സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 2 × 14 ചെയ്താൽ 28 കിട്ടും. 28/5 × 10⁻⁻7. 28/5 ചെയ്താൽ നമുക്ക് 5 point something വരും. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. അതാ 5600 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ 5.6 ആയിരിക്കും വരിക. 5.6 × 10⁻⁻7. 5.6 × 10⁻⁻7 നമുക്ക് എന്ത് ചെയ്താണെന്നറിയോ? 5600 × 10⁻10. -10 എന്ന് പറഞ്ഞാൽ ആംസ്ട്രോം അല്ലേ. അപ്പോൾ 5600 ആംസ്ട്രോം. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ക്ലിയർ അല്ലേ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ലീനിയർ അപ്പർച്ചർ whose width is 0.02 centimeter. 0.02 centimeter width of the aperture. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിറ്റിൻ്റെ ഗ്യാപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 0.02 centimeter ആണ്. ദാറ്റ് ഇസ് 2 × 0.02 centimeter അല്ലേ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 10⁻2 ഉണ്ടാവും. 0.02 അതും കൂടെ ചേർത്താൽ 10⁻4. ഈസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 60 centimeter. അപ്പോൾ നോക്ക്, സ്ലിറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ ലെൻസ് ഉണ്ടാവും. അപ്പോൾ ഈ d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിന് സിമിലർ ആവും. കാരണം ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് മീറ്റ് ചെയ്യുക ഫോക്കസിലാണ്. അപ്പോൾ ആ ഡിക്ക് പകരം നമുക്ക് എഫ് എന്ന് കൊടുക്കുക. അപ്പോൾ d ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 centimeter. 60 × 10⁻². ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു 5 × 10⁻⁻5 centimeter. അപ്പോൾ 5 × 10⁻⁻5 സെൻറ്റിമീറ്ററിൻ്റെ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 10⁻⁻7 മീറ്റർ ആവും.
the distance of first dark band of the diffraction pattern from the center. First dark distance ആണ്. First dark distance. Dark distance എന്തായാലും lambda d by d ആണ്. First dark ആകുമ്പോൾ lambda d by d. So lambda എത്ര 5 into 10 raised to minus 7. D എത്ര ആയിരുന്നുടാ 60 into 10 raised to minus 2. 60 into 10 raised to minus 2 divided by d is equal to 2 into 10 raised to minus 4. Okay. അപ്പോൾ ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാം 2ഉം 60ഉം ക്യാൻസൽ ചെയ്താൽ 30 വരും. 10 raised to minus 4ഉം minus 2ഉം ക്യാൻസൽ ചെയ്താൽ താഴെ minus 2 വരും. minus 2ഉം minus 7ഉം ക്യാൻസൽ ചെയ്താൽ അവിടെ minus 5 ആവും. ഈ 0 ക്യാൻസൽ ചെയ്താൽ നമുക്ക് minus 4 ആക്കാം. 3 into 5 ചെയ്താൽ 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 15 ആവും. സോ 15 into 10 raised to minus 4 വരും. 15 into 10 raised to minus 4. അതിന് നമുക്ക് എന്ത് ചെയ്താൽ 0.15 സെൻറ്റിമീറ്റർ ചെയ്താൽ. Option D is the correct one. Clear alle? Okay. Last question. Wave optics le interference ne diffraction le avasana chodyana ട്ടോ. What distance ray optics good approximation when the aperture is 4 mm and wavelength of light is 400 nanometer? എന്ന് വെച്ചാൽ ray optics വാലിഡ് ആവുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഫ്രണൽ ഡിസ്റ്റൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താ ഫ്രണൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ? റേ ഒപ്റ്റിക്സ് വാലിഡ് ആവുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രണൽ ഡിസ്റ്റൻസ് എന്ന് പറയുക. ഫ്രണൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ a² ഡിവൈഡഡ് ബൈ ലാംഡയാണ്. സോ ഫ്രണൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് അപ്പർച്ചറിൻ്റെ സൈസാണ്. അത് ക്വസ്റ്റിൽ തന്നിട്ട് 4 mm ആണ്. 4 into 10 raised to minus 3 അതിന് നമ്മൾ സ്ക്വയർ ചെയ്യണം. ഡിവൈഡഡ് ബൈ ലാംഡ 400 നാനോമീറ്റർ. 400 into 10 raised to minus 9. അപ്പോൾ 4നെ സ്ക്വയർ ചെയ്താൽ 16 വരും. 16 into 10 raised to minus 6 ആവും. ഡിവൈഡഡ് ബൈ 400 നമുക്ക് 4 into 10 raised to minus 9 കട്ട് ചെയ്തിട്ട് 2 പോലും -7 ആക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ താഴെ ഒരു -7 ഉണ്ടാവും. അത് മുകളിലേക്ക് വന്നാൽ +7 ആവും. 4ഉം 16ഉം കട്ട് ചെയ്താൽ 4 വരും. 10 raised to minus 1 മുകളിലേക്ക് വന്നാൽ 10 raised to +1 ആവും. അപ്പോൾ അവിടെ ഒരു 0 കൂടെ വരും. അപ്പോൾ 40 meter is the answer. 40 meter is the answer. That is option B. So that is the end of the discussion. So വേവ് ഒപ്റ്റിക്സിലെ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷൻ്റെയും കോൺസെപ്റ്റ് പരിപാടികൾ പറഞ്ഞു. ശേഷം അതിലത്തെ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇതാണ് കീമിന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഇൻ്റർഫറൻസിനും ഡിഫ്രാക്ഷനിലും വരുന്ന ചോദ്യത്തിൻ്റെ ജനറൽ പാറ്റേൺ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, റെഡിയാണോ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, യെസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വൺ ഷോട്ട് സീരീസിൻ്റെ ലൈവ് സെഷനിൽ കാണാം മക്കളെ. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.